ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിന് പുറമെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. ഞാനിപ്പോൾ ശ്രീനഗറിലാണ്. ശ്രീനഗറിലെ ഒരു ഗാർഡനിലാണ്. വാട്ടർഫാൾസിലല്ല, പക്ഷേ ഗാർഡൻ തന്നെയാണ്. ദാൽ ലേക്കിൻ്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഗാർഡൻ. ഇതിൻ്റെ പേര് മുഗൾ ഗാർഡൻ നിഷാത്ത്, അതായത് നിഷാത്ത് ബാഗ്, നിഷാത്ത് ഗാർഡൻ എന്നറിയപ്പെടുന്ന മുഗളന്മാർ നിർമ്മിച്ച ഒരു ഗാർഡനാണിത്. അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. സഞ്ചാരികൾ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. വളരെ മനോഹരമായിരിക്കുന്ന ദാൽ ലേക്കിൻ്റെ മുന്നിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദാൽ ലേക്കിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരികൾക്ക് പിറകെ ഞാനും അകത്തേക്ക് പ്രവേശിക്കുകയാണ്. വളരെ മനോഹരമായ ഗാർഡനാണ് ഈ ഒരുക്കിയിരിക്കുന്നത്. വളരെ ഭംഗിയായി സംരക്ഷിക്കുന്നുമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചെറിയൊരു വാട്ടർഫാൾസ്. ഗാർഡനുകളുടെ നിർമ്മാണം ടെറേസുകളായിട്ട് അഥവാ തട്ടുകളായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം. അപ്പം നിൽക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് തട്ടിലാണ്, ഫസ്റ്റ് ടെറേസിലാണ്. അങ്ങ് താഴെ പസഫിക് സമുദ്രം പോലെ ശാന്തമായി ദാൽ ലേക്ക്. ടെറേസുകളായി കൃത്രിമമായ ജലധാര താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് അകലെ സബർവൻ മലനിരകൾ. സബർവൻ മലനിരകൾക്ക് താഴെ നിഷാത്ത് പാർക്ക്. നിഷാത്ത് പാർക്ക് എന്നത് ഉറുദു പദമാണ്. വിച്ച് മീൻസ് ഗാർഡൻ ഓഫ് ജോയ്, ഗാർഡൻ ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ഗാർഡൻ ഓഫ് ഡിലൈറ്റ് എന്നൊക്കെയാണ് ഇതിന് പറയപ്പെടുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്. സഞ്ചാരികൾക്ക് ഫോട്ടോ പൊസിഷനായി പ്രത്യേക പോയിന്റുകളുണ്ട്. കാശ്മീരിന്റെ ഹരിതാപമായ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടി സബർവൻ മലനിരകളുടെ മടിത്തട്ടിൽ ദാൽ എന്ന തടാകത്തെ വീക്ഷിക്കുന്നതിന് വേണ്ടി ഹരിത പുൽമേടുകളിൽ ഉണ്ടാക്കിയ, ഈ രാജ്യത്തിന് നിരവധി സംഭാവനകൾ നൽകിയ മുഗൾ ഭരണാധികാരികളെ, അവരുടെ വിശാലമായ ബുദ്ധിയെ നാം അഭിനന്ദിക്കേണ്ടതാണ്, അനുസ്മരിക്കപ്പെടേണ്ടതാണ്. എത്ര ഓടിക്കളിച്ചാലും കൊതി തീരാതെ നിഷാത്ത് ബാഗിലൂടെ പല ചിന്താഗതിയും പല മനോഭാവങ്ങളുമുള്ള വ്യത്യസ്തരായ ടൂറിസ്റ്റുകൾ. പക്ഷെ അവർക്ക് ഒരൊറ്റ മനോഭാവമേ ഉള്ളൂ, അത് ടൂറിസം എന്ന മനോഭാവം. ദ മൈറ്റി മുഗൾ എംപറർ ഷാജഹാൻ തൻ്റെ ഫാദറില്ല ആയിരുന്ന ആസിഫ് ഖാനെ ആയിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരുന്നത്. മുഗൾ ഭരണാധികാരികളും അവരുടെ കുടുംബങ്ങളും പിൻതലമുറക്കാരും ഓടിക്കളിച്ച് ഉല്ലസിച്ച് നടന്നിരുന്ന പുൽമേടുകളിലൂടെ നമ്മളും അവർ പോയ വഴിയെ ജലധാരകൾ ടെറേസ് ബൈ ടെറേസുകളായി താഴേക്ക്. റൂമിൽ നിന്ന് ഒരു തോർത്തുമുണ്ട് ബാഗിൽ വെക്കാൻ മറന്നത് കാരണം എനിക്ക് ഇതിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. വല്ലാത്തൊരു ഖേദമായിരുന്നു. കുട്ടികളുടെ വിനോദ കുസൃതികൾ കണ്ടിരിക്കാൻ അത് മറ്റൊരു രസമായിരുന്നു. ജലധാരയുടെ സമീപത്തുകൂടെ നടന്നുകൊണ്ടിരിക്കെ ഇതിനിടയിൽ കുട്ടികളുടെ മറ്റൊരു കുസൃതി കണ്ട്. സബർവൻ മലനിരകൾക്ക് താഴെയുള്ള വൃക്ഷങ്ങളുടെ ശീതക്കാറ്റിന്റെ കുളിർമയേകി ഇതിലെ എത്ര നടന്നാലും നമുക്ക് മതിവരാത്തതാണ്.
കാശ്മീരിന്റെ ഈ ഗാർഡൻ പണിതീർത്ത ആസിഫ് ഖാൻ, അതായത് മഹാനായ ഷാജഹാന്റെ ഫാദറില്ല. ആസിഫ് ഖാൻ നൂർജഹാന്റെ മൂത്ത സഹോദരനാണ്. ആരാണ് നൂർജഹാൻ? മഹാനായ ചക്രവർത്തി മുഗൾ എംപറർ ജഹാംഗീറിന്റെ ഭാര്യയാണ്. അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടാവാം. കാശ്മീരിന്റെ ഹരിതാഭമായ കാഴ്ചകൾ തേടി ഞാൻ ഇതിലെ മെല്ലെ നടന്നു നീങ്ങുകയാണ്. ബൈ.